അപ്പോൾ തുടങ്ങല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. വിസ്മയ മോഹൻലാൽ പ്രധാന നായികയെ അവതരിപ്പിച്ച തുടക്കം എന്ന സിനിമയിലെ വിശേഷങ്ങളായിരുന്നു നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ തുടരേണ്ടി വരുമെന്ന് തോന്നുന്നു. മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ റിലീഫായ പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രത്തിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രത്യേകിച്ച് ഒരു ലാലേട്ട ചിത്രത്തിനുണ്ടാകുന്ന ടിക്കറ്റ് ബുക്കിങ്ങും കളക്ഷനും ഒക്കെയാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോ ആൻ്റണി പെരുമ്പ മകൻ, ഇവരാണ് ഇതിനകത്തെ വില്ലനും നായികയൊക്കെ. ലാലേട്ടൻ അല്പനേരം വന്നു പോകുന്നു. പിന്നെ ഇതിൻ്റെ നട്ടല്ല എന്ന് പറയുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അപ്പം ഞായറാഴ്ച ദിവസം ഈ ചിത്രം നേടിയ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നേടിയ കളക്ഷനല്ല, നേടാൻ പോകുന്ന കളക്ഷൻ എന്തായിരിക്കും എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഏകദേശം അഡ്വാൻസ് സെയിൽ തന്നെ ഞായറാഴ്ച വന്നിരിക്കുന്നത് 1,59,00,000 രൂപയാണ്. 1,59,00,000 രൂപ ഞായറാഴ്ച അഡ്വാൻസ് സെയിലായിട്ട് വന്ന ഈ ചിത്രം ഏകദേശം 5 കോടി 4.5 കോടി റേഞ്ചിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനൊരു കാരണമായിട്ട് ഞാൻ ചില കണക്കുകൾ പറയാം. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇതിൻ്റെ പ്രീഫെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 77 ലക്ഷം രൂപയുള്ളായിരുന്നു. അന്ന് 2,62,00,000 രൂപ ഇത് കളക്ട് ചെയ്തു. രണ്ടാമത്തെ ദിവസം 1,09,00,000 രൂപയായിരുന്നു അഡ്വാൻസ് സെയിൽ. അങ്ങനെ 3,66,00,000 രൂപ ഈ ചിത്രം അന്ന് കളക്ട് ചെയ്തു. ഇന്ന് ഞായറാഴ്ച ദിവസം 1,59,00,000 രൂപയാണ് അഡ്വാൻസ് സെയിലായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ 4.5 കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ എത്തും. കേരള കളക്ഷൻ നമ്മൾ ഈ 3 ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 11-11.5 കോടിക്ക് അടുത്തുള്ള തുക തന്നെയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരള കളക്ഷൻ 11 കോടിയും കവിഞ്ഞ് മുന്നേറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാൻ നോക്കാം. ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പന അതിൻ്റെ രസകരമായ സംഭവമാണ്. കാരണം ഒരു ചിത്രത്തിൻ്റെ ഗ്രേഡോ അല്ലെങ്കിൽ അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കാൻ ഈ ഘടകങ്ങളെല്ലാം അനുയോജ്യമാണ്. കാരണം ആദ്യ ദിവസം ഒരു ചിത്രത്തെ സംബന്ധിച്ച് ഭയങ്കര ബുക്കിംഗൊക്കെ കാണും. അതിനുശേഷം സ്റ്റഡിയായിട്ട് ഇതിൻ്റെ കളക്ഷനും അതുപോലെ ബുക്കിങ്ങും ഒക്കെ കുറയുകയാണെങ്കിൽ ആ ചിത്രം പരാജയത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പടിപടിയായിട്ടുള്ള കയറ്റമാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതൊരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ചെറിയ മാറ്റങ്ങളൊന്നും അല്ല ഈ തുടക്കം എന്ന ചിത്രത്തിന് കാണുന്നത് 2-3 ദിവസം കൊണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് നമുക്ക് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ബുക്കിംഗാണ് കൃത്യമായിട്ട് കണക്കുകൾ നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ ചിത്രം ബുക്ക് ചെയ്തത് 1,34,888 ടിക്കറ്റായിരുന്നു 24 മണിക്കൂർ കൊണ്ട് ബുക്ക് ചെയ്ത് മാറിയത്. പക്ഷേ രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച ഇതിൻ്റെ ബുക്ക് ചെയ്തേക്കുന്നത് 1,57,940 ടിക്കറ്റാണ് രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച വിറ്റ് മാറിയിരിക്കുന്നത്. അപ്പം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ഇത് പടിപടിയായിട്ടുള്ള കയറ്റം തന്നെയാണ്. അത് കളക്ഷനിലും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ദിവസം 6,93,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച ഏകദേശം 8.5-9 കോടി റേഞ്ചിലേക്ക് കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്നാലും 8.5 കോടിക്ക് മുകളിലാണ് രണ്ടാമത്തെ ദിവസത്തിൻ്റെ കളക്ഷൻ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും ഇത് മികച്ച രീതിയിലുള്ള കളക്ഷൻ. ഇപ്പോൾ ഇന്ത്യ ഗ്രോഫ് കേരള കളക്ഷൻ നമ്മൾ മലയാളിയാണ്, മോഹൻലാലിൻ്റെ മകളാണ്, അപ്പോൾ എല്ലാവരും കയറി കണ്ടു എന്ന് പറയാം. അതുകൊണ്ട് ചിത്രത്തിൻ്റെ കളക്ഷൻ കൂടുന്നു. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ അല്ലെങ്കിൽ കർണാടക കളക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നു 42 ലക്ഷം രൂപയായിരുന്നു കേരളം ഒഴിച്ചുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ ദിവസമായി ഇന്നലെ 60 ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എല്ലാ സ്ഥലങ്ങളിലും പടിപടിയായിട്ടുള്ള കയറ്റം ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇന്നത്തെ കളക്ഷന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വേൾഡ് വൈഡ് ഏകദേശം 9.5-10
10 കോടി റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഏകദേശം 26 കോടിയിലേക്ക് ഈ ചിത്രം മാറുന്നുണ്ട് എന്നുള്ളതാണ്. പല സൂപ്പർ താര ചിത്രങ്ങളും 3 ദിവസം കൊണ്ട് 26 ലക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പല മഹാന്മാരുടെ ചിത്രങ്ങളും ചിലപ്പം ഫൈനൽ കളക്ഷൻ ആയിരിക്കാം ഒരുപക്ഷെ 26 കോടി എന്നൊക്കെ പറയും. പക്ഷേ വിസ്മയ പോലെയുള്ള മോഹൻലാലിൻ്റെ മകളുടെ ചിത്രം ഒരു പുതുമുഖ നായികയാണ്. അവരെ ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിച്ചു എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഒത്തിരി ഡീഗ്രേഡിങ് ആയിരുന്നു. വിസ്മയ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന പണിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ചിത്രം മികച്ചതാണെങ്കിൽ അതിനെ വേറെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജനങ്ങൾ ഏറ്റെടുത്തോളൂ. അതുതന്നെയാണ് തിയേറ്ററിൽ ഇപ്പം കാണുന്നത്. ഇപ്പോഴും നമ്മൾ ബുക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7,000, 8,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റുമാറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ കുറച്ചൊക്കെ ഇന്നത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കും. നാളെ തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രത്തെ നേടാൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും വൈകുന്നേരത്തോടെ തിങ്കളാഴ്ച ദിവസത്തെ അഡ്വാൻസ് സെയിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മോഹൻലാലിൻ്റെ പക്ഷേ ഈ കളക്ഷനൊക്കെ എന്ന് പറയുന്നത് നിസ്സാരമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ തന്നെ എമ്പുരാൻ 68 കോടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളക്ഷനൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷേ അതിനുശേഷം വന്ന പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യമായാലും അതുപോലെ DF ആയാലും കളക്ഷൻ നേടി ഞെട്ടിപ്പിക്കുന്ന നമ്മൾ കണ്ടു. ഇപ്പം തേണ്ട വിസ്മയ മോഹൻലാലും ആ രീതിയിൽ തന്നെ. ഇപ്പം ഞാനൊരു രസകരമായൊരു കാര്യം പറയട്ടെ. മലയാളത്തിലെ പുരുഷാധിപത്യമുള്ള സിനിമകളാണ് എല്ലാം. ആ പുരുഷാധിപത്യമുള്ള സിനിമകളിലെല്ലാം തന്നെ പുരുഷന്മാരുടെ എണ്ണത്തിൽ ലാലേട്ടൻ്റെ മുകളിലൊരു സൂപ്പർ സ്റ്റാർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് ക്രൗഡ് ഫുള്ളറാണ്. ലാലേട്ടൻ്റെ ആവറേജ് ചിത്രം പോലും മികച്ച കളക്ഷൻ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആദ്യ ദിവസത്തെ ഏറ്റവും വലിയ കളക്ഷൻ 68 കോടി എമ്പുരാൻ. പക്ഷേ സ്ത്രീകൾ പ്രധാന കഥാപാത്രമായുള്ള അഭിനയിച്ച ചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്ത് നമ്മുടെ ലോകയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 6 കോടി 60 ലക്ഷമായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷൻ. അത് വിസ്മയ മോഹൻലാൽ അത് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും ആ കുടുംബത്തിന് തന്നെ മോഹൻലാലും മോഹൻലാലിൻ്റെ മകളും 1-ാം സ്ഥാനം കൈയടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു പടം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊക്കെയുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഏതെങ്കിലുമൊക്കെ വീഡിയോ വേണ്ടേ? അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാറ്റണം അത് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഭിപ്രായം മുഖേന അറിയിക്കുക. നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിനാണ് വില. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.